അഡ്ജസ്റ്റ് ആക്കാം. കിഴങ്ങുപ്പേരി തൈരുണ്ടെങ്കിൽ കടകുട്ടിക്ക് ഒന്നും വേറെ ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നട്ടുവെച്ച വ്ളോഗാണ് കേട്ടോ. രാവിലെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. നമ്മൾ മിനിഞ്ഞാന്ന് വാങ്ങിയതിന്റെ കുറച്ച് അത് വെച്ച് നാളികേരം വറുത്തരച്ച് നാളികേരക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഫ്രിഡ്ജിലേക്ക് നമ്മൾ മിനിഞ്ഞാന്ന് വെച്ചന്ന് കറണ്ട് പോയി. പിന്നെ വൈകിട്ടാ വന്ന്. ഇന്നലെയും കറണ്ട് പോയി, വൈകിട്ടാ വന്ന്. അല്ല ഇന്നലെ രാവിലെ മൊത്തത്തിൽ പോയി. പക്ഷെ ഈ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്നതിന്റെ ധാരണ വിട്ടുപോയി. അതിൽ ചിക്കൻ പൊട്ടേ. പക്ഷെ അത് എടുക്കണേന്റെ മുന്നേ ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കിഴങ്ങും ഒക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട്, വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നുറുക്കി വെച്ചു. അപ്പോഴാണ് ആ ചിക്കൻ കേടുവന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം. തൈരും കൂട്ടിയിട്ട് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. നൈറ്റ് നമുക്ക് വല്ല മുട്ട പൊരിക്കുക എന്തെങ്കിലും ചെയ്യാം, ഓംലെറ്റ് അടിക്കാം അല്ലേ. പൂജയ്ക്ക് ഇന്നിവിടെ ഉണ്ട്. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ട് പോയിണ്ടായിരുന്നില്ല. എക്സാമിന് പോയി, കണ്ണടക്കുട്ടി എക്സാമിന് പോയി. അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. ഞാനിന്ന് നല്ല വറുത്തരച്ച ചിക്കൻ കറി, ഓമക്കായ കുത്തി കച്ച ഉപ്പേരി ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ. നമുക്കിനി നാളെ മീൻ മേടിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് രാത്രിക്കും കൂടെ അല്ലേ വേണ്ടുള്ളൂ അല്ലേ. അഡ്ജസ്റ്റ് ആക്കാം. കിഴങ്ങുപ്പേരി തൈരുണ്ടെങ്കിൽ കടകുട്ടിക്ക് ഒന്നും വേറെ ഒന്നും വേണ്ട കേട്ടോ. പൂജയ്ക്ക് തൈരിനോട് വലിയ പ്രിയമില്ല, പക്ഷെ കിഴങ്ങുപ്പേരി കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് കറിക്ക് വേണ്ടിയിട്ട് വലിയ കഷ്ണാക്കിയതായിരുന്നു. ഇനിയിപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുഞ്ഞ കഷ്ണാക്കണം. നമുക്ക് 2-3 ഷോർട്സ് ഒക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പൊ അത് കാരണം വേഗം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി അതൊക്കെ എടുത്തു കഴിഞ്ഞു. പൂജയ്ക്ക് ഒരു ഉറക്കമൊക്കെ നല്ലോണം പാസ്സാക്കി. ഞാനൊരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇല്ലേ, അതെനിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇതുവരെ. അപ്പൊ ഞങ്ങൾ പ്രാവശ്യത്തെ ഓണത്തിന് അതാക്കാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആ പേനൊന്ന് അടിച്ചു നോക്കിയൊരു വേസ്റ്റ് തുണിയിൽ. അപ്പൊ അത് അടിപൊളിയായി കിട്ടി. അങ്ങനെ കുറച്ച് നേരത്തെ അയൽക്കുലത്ത് പണികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചോറ് വൈകിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് നമുക്കിവിടെ കുഴൽവെള്ളം ആയതുകൊണ്ടേ കുറച്ച് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ചീത്തയാവുന്നുണ്ട് ഫുഡ്. അപ്പൊ അത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് ഇവിടെയുള്ള ചേച്ചിമാര് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ചെയ്യണം. ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ ഉപ്പേരിയും ചോറൊക്കെ ആയിട്ട് മാമുണ്ടിട്ട് വേണം നമുക്ക് ലൈവ് പോകാൻ വേണ്ടിയിട്ട്. 2 ദിവസം ലൈവ് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അറിയാലോ കറണ്ടില്ല എന്നിട്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് തോട്ടിലേക്ക് തിരുമ്പാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്കുട്ടി ഇങ്ങോട്ട് വന്നാലും ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ടൊക്കെ വൈകുന്നേരം ആവുമ്പോഴേക്കും വെറുതെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെന്തായിരുന്നു, പിന്നെന്താ നിങ്ങളോട് പറയാനുള്ളത്? എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ഷോർട്സിൽ കുഞ്ഞു കുഞ്ഞു അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കേട്ടോ, 100 രൂപ അന്നത്തെ ഓഫറിൽ. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ ഇന്ന് വന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇന്നതിൽ ഉള്ളി ഇതൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇന്നേലും ഇങ്ങനത്തെ വലുതുണ്ടായിരുന്നേ, കുറേ നിന്നായിരുന്നു. പക്ഷെ ഈ കുട്ടികളും ഷാജന്റെ ഒക്കെ പിടിവലിയിൽ ഇതൊരു ടാങ്കില് വലിക്കണല്ലോ. ഇത് എത്രത്തോളം ആകുന്നു, എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഉപ്പേരിയുടെ ചെറുള്ളി, ഇതെന്താ വെളുത്തുള്ളി, ചെറുള്ളി എടുക്കണം. അതിലേക്ക് അത്ര തോന വേണോ? ഉണ്ടായിക്കോട്ടെ, ഉപ്പേരിക്കല്ലേ. ഇതിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിയേണ്ട പാടില്ല. ഉരുളി എന്ത് പൊന്നാ, ഉരുളി കഴുകിയിട്ട് അങ്ങോട്ട് ഇടയ്ക്ക് വെച്ചതല്ലേ കുഞ്ഞു? അതിലില്ലേ അപ്പുറത്ത് ഇവിടെ കുക്കറൊക്കെ ഇരിക്കണം അവിടെ. അതിവിടെ ഇങ്ങോട്ട് വയ്ക്കാം. അപ്പൊ നമുക്കിത് കഴുകിയിട്ട് വേഗം ഉപ്പേരിയാക്കിയിട്ട് പപ്പടം ഉണ്ട് കേട്ടോ കാച്ചാൻ വേണ്ടിയിട്ട്. പപ്പടം കാച്ചണമെങ്കിൽ പപ്പടവും കാച്ചല്ല. ഇപ്പൊ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല, നമ്മുടെ മെനുവിൽ മാറ്റുന്നുണ്ട്. എനിക്ക് ഒട്ടും ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ശരിയല്ല കേട്ടോ സങ്കടപ്പെടാൻ വേണ്ടിയിട്ട്. ഇവിടെ പൂച്ചക്കുട്ടികളുണ്ട്, കുട്ടിക്ക് കൊടുക്കാറുണ്ടെങ്കിൽ പിന്നെ സമാധാനം കിട്ടിയത്. മറ്റുള്ളവരെങ്കിൽ കഴിക്കാനുള്ള ദിവസങ്ങൾ കാണൂല്ല, അല്ലാത്ത ദിവസങ്ങൾ ഇവിടെയൊക്കെ വട്ടം ചുറ്റി നിൽക്കുകയും ചെയ്യും അല്ലേ. ഇപ്പൊ 2 ദിവസം ഇന്നലെ ഇല്ല, ഇന്നും ഇല്ല. ഇന്നലെ വൈകുന്നേരം രാത്രി വന്നു, രാത്രിയും വരുന്നു. പകല് വേറെ എവിടെയെങ്കിലൊക്കെ ചിലപ്പോ തമ്പടിച്ച് നിന്നിട്ടുണ്ടാവും. വെളിച്ചെണ്ണ ഉണ്ടാക്കാം.
അമ്മേ കാക്കും. ഇത് പിന്നെ നമ്മൾ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയാൻ തന്നെയില്ലേ. വേഗം നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഞാനിങ്ങനെ അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഈ ചെറുള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ചിക്കൻ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എരിവ് ലേശം നിൽക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ കിഴങ്ങുപ്പേരി ഇവിടെ പിള്ളേർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എനിക്ക് പിന്നെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കണമെന്ന് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ കിഴങ്ങും ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെച്ചാൽ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആവരുത്, വെന്തിങ്ങനെ ഉടഞ്ഞിങ്ങോട്ട് ആകെ കൂടെ അലുകുലുക്കാവരുത്. എന്നാൽ വേവ് വേണേ. എനിക്കിങ്ങനെ വെറുതെ തന്നെ കിടക്കണം, ഇഷ്ടം പൂച്ചിട്ടിക്ക് ഒന്നും കൂടെ വേവ് വേണം കേട്ടോ. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു വേവണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ആവിയിൽ കിടന്നിട്ട് ആ എണ്ണയിൽ കിടന്ന് മൂക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. എന്തായാലും ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വേഗം ഇരിക്കുന്ന 2-3-4 പാത്രം കൂടെ അല്ലേ അതും കൂടെ കഴുകി വെച്ചു. നമ്മുടെ ചോപ്പർ റൂട്ടല്ലേ അതിൻ്റെയും കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പിടിക്കുമ്പോൾ തന്നെ വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ 100 രൂപയുടെ അല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. ഒരാൾ മാത്രമേ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ നിൽക്കും കേട്ടോ. ഇവിടെ നമ്മുടെ അടുത്തൊരു 3-4 ഉണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ ഉപകാരമാണിത്. നമുക്ക് ഉപ്പേരിക്ക് അറിയാൻ വേണ്ടിയിട്ടും സവോള അറിയാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി കൊടുന്ന് വെച്ചാൽ ഈ പിള്ളേരും ഷാജനും കൂടെ പിടിച്ച് വലിച്ചിട്ട് ഇതിൻ്റെ ആ കയറ് വലിക്കുന്നത് റെഡി ആയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും, പെട്ടെന്ന് നാശമായി പോവും. അപ്പോൾ അതുകൊണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇനി വേണ്ട മേടിക്കണില്ല എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നായിരുന്നു. പിന്നെ ഓഫർ 100 രൂപ കണ്ടപ്പോൾ ചാടി വീണതാണ്. നമ്മൾ മലയാളികൾ ഓഫർ എവിടെ കിടക്കുന്നുണ്ടോ അവിടെയൊക്കെ ചാടി വീടില്ലേ. അങ്ങനെ അത് അധികം വേവൊന്നും ഇല്ല കേട്ടോ അതിനകത്ത്. നമ്മൾ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം ചെറുന്നനെ അരിയാണെങ്കിൽ കുഞ്ഞിതാക്കി അരിയാണെങ്കിൽ വേഗം വെന്തോളൂ കേട്ടോ. നമ്മുടെ ഉപ്പേരി ഒരു വിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 പപ്പടം കൂടെ കാച്ചാം. ഇതിലേക്ക് തൈര് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈ തൈരും ഈ ഒരു കിഴങ്ങ് ഇതും മുളക് വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് മതി സംഭവം സത്യത്തിൽ ചോറുണ്ടാൻ വേണ്ടിയിട്ട്. ആ 4 പപ്പടം കൂടെ നമുക്കത് കാച്ചാൽ കോമ്പിനേഷൻ അങ്ങോട്ട് അടിപൊളിയാവട്ടെ എന്ന് വിചാരിച്ചു. മുളക് വറുത്തുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട്. ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ല, അതുകൊണ്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്തതൊന്നും അല്ല കേട്ടോ. നമ്മൾ കഴിക്കേണ്ട എണ്ണത്തിൻ്റെ മേലെ നമ്മുടെ പേര് എഴുതി അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഇന്ന് നമുക്ക് ആ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഏകിയിട്ടില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ അത് ഇന്നലെ മിഞ്ഞാന്ന് എടുക്കാമായിരുന്നെങ്കിൽ അത് കഴിക്കാമായിരുന്നു. ഞാൻ വിട്ടും പോയി. എനിക്കതിൻ്റെ സങ്കടം നല്ലോണം ഉണ്ട് കേട്ടോ. കഴിക്കണ ഫുഡ് നമ്മൾ കളയാന്ന് പറയുമ്പോൾ അത് ഇടങ്ങേറ് തന്നെയാണ്. പക്ഷെ എന്തോ എൻ്റെ അടുത്ത് പറ്റിപ്പോയി. ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അത് നമുക്ക് എടുക്കാൻ പറ്റാത്തത്ര പൊട്ടയായി. പിന്നെ അത് കഴിച്ചിട്ട് വേറെ വല്ല അസുഖം വരുത്തണേക്കാട്ടിലും നല്ലത് കളയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പപ്പടതാ നമ്മൾ കാച്ചിട്ട് ഇങ്ങനത്തെ ഈ കുഞ്ഞു കൊള്ളൻ ചെമ്പില്ലേ സ്റ്റീലിൻ്റെ അതിനകത്ത് ഇട്ടേക്കാണ് ചെയ്യുക. ചിലപ്പോൾ ഇത് കാണാണ്ടായിരുന്നില്ല. നമ്മുടെ മറ്റേ മണിച്ചിത്രത്താഴിൽ നാഗവല്ലി കിടക്കുന്ന റൂം പോലെ റൂമുണ്ട് പറഞ്ഞില്ലേ പഴയ വീട്ടിൽ, അതിനകത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് എനിക്ക് മാവ് അരച്ചേക്കാനുള്ളതായിരുന്നു. അതിലാണ് ഞാൻ പിന്നെ ചാച്ചും ചെരിച്ചിട്ടൊക്കെ ഇടാറ്. ഇപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ 2-3 ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒരെണ്ണം നമുക്ക് പലഹാരം ഇട്ട് വെക്കാനും ഒരെണ്ണം മാവ് അരച്ച് വെക്കാനും ഒരെണ്ണം നമുക്ക് ഇങ്ങനെ പപ്പടം കാച്ചി വെക്കാനും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലങ്ങോട്ട് പപ്പടം കാച്ചി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ആണെങ്കിലും കേടുവരാതെ ഇങ്ങനെ എന്താ പറയുക ചതുങ്ങാണ്ട് ഇരിക്കും കേട്ടോ. അതിൻ്റെ ഒരു ഇതൊന്നും പോവാണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് അങ്ങോട്ട് കാച്ചിടാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടി കാര്യമായിട്ടൊന്നുമില്ല. ഉച്ചയാകുമ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്നത് കേട്ടോ. ചപ്പാത്തി കിഴങ്ങ് ഉപ്പേരിയും കൂടെ കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കഴിക്കുന്നത് ഞാനും പൂജിട്ടി. ചോറ് ഞങ്ങൾക്ക് വേണ്ട രണ്ടാക്കും. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് കഴിച്ചിട്ട് ഇനി നമുക്ക് ലൈവൊക്കെ പോയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ നേരത്തെ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കേടുവരും കേട്ടോ. അതാണ് വൈകിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾക്ക് ഏതായാലും ചപ്പാത്തി ഇരിക്കണേ കൊണ്ട് ഇത് കഴിക്കാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോറുണം. നല്ല ടേസ്റ്റാട്ടോ. ഈ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും ചപ്പാത്തി നോക്കുന്നു സംഭവം നേക്കാം. കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് ചപ്പാത്തിയോ. ഇതിൻ്റെ കൂടെ കേട്ടോ ഞാനും പൂച്ചിട്ടും കൂടെ എന്താ ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ ചപ്പാത്തി. പിന്നെ രാവിലെ ഇരിക്കുന്ന ഒരു 4 എണ്ണം ഉണ്ട്. ഇനിയിപ്പോൾ ഏതായാലും അതങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു. നമുക്കിനി നേരത്തെ വിശക്കാണെങ്കിൽ ചോറെടുത്ത് കഴിക്കാം കേട്ടോ. കണ്ണൻകുട്ടി വന്നിട്ട് അവന് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് പൂച്ചിട്ടാണ് പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നത്. കഴിച്ചിട്ട് ഇനി നമുക്ക് വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വിധം അങ്ങോട്ട് കഴിഞ്ഞതിനെ കൊണ്ട് ആ വക വലിയ പണികളും കാര്യങ്ങളും ഇല്ല. നമ്മൾ പഴയ വീട്ടിൽ പോയിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വന്നു. ചായക്ക് എന്തായി നമ്മൾ ഇത് തേങ്ങാ ബന്നും പിന്നെ വേറെ എന്തോ സാധനമൊക്കെ വാങ്ങി. ഇനി ചായയുടെ കൂടെ എടുത്തല്ല കേട്ടോ. എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ ഡൗൺലോഡ് ആവല്ലായിരുന്നു. അങ്ങനെ നമ്മളവിടെ കടയിലൊക്കെ പോയിട്ടാണ് വാങ്ങിയത്. ഇനി നമ്മൾ ചായ ഉണ്ടാക്കട്ടെ. എന്നിട്ട് വേണം. നമ്മൾ ഇന്നലെ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അയൽ കെട്ടിയിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമുക്ക് വിരിച്ചിടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അയലൊക്കെ കെട്ടി വൃത്തിയാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സൂര്യ ഉദിക്കുന്ന ഇത് ഇങ്ങോട്ടേക്ക് ആയതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഈ കിണറിന് ഇങ്ങനെ വല വിരിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പട്ടിയോ പൂച്ചയോ ചാടണ്ട. ഇനി നമ്മൾ വിരിച്ചിട്ടുള്ള തുണിയോളും അതിനകത്ത് ചാടണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ കിണർ മൊത്തത്തിൽ പോക്കാണ് കേട്ടോ. അതിനകത്ത് ഇനി വേസ്റ്റ് ഇല്ലാത്ത ഒന്നുമില്ല, അച്ഛനമ്മ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാം അതിനകത്ത് ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ആ വല കെട്ടിയത് വല്ല പൂച്ചയോ എന്തെങ്കിലും ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വലിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട മെനക്കെടണ്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനൊരു വല വാങ്ങിയിട്ടു. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൂസ്റ്റും പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു ചായ കാച്ചാറില്ലേ ഞാൻ, അതാണ്. പിന്നെ നമ്മുടെ ഇതുണ്ട്, എന്താ പറയുക, തേങ്ങാപ്പണ്ണ്. ഇതും കൂടെ നമ്മൾ ഈ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, പഴയ വീട്ടിൽ. അവിടെ പോയിട്ട് വരുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചായ കെട്ടി ഉമ്മർത്ത് വന്നിരുന്ന് കുടിക്കുക. നമ്മൾ പഴയ വീട്ടിലാകുമ്പോൾ ഉമ്മർത്ത് വന്നിരുന്ന് കുടിക്കാറില്ല. ഇവിടെ അതിനേക്കാളും രസമാണ് കേട്ടോ, ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റും ഒക്കെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാരെ കാണൂല, അതുകൊണ്ട് നമുക്കൊരു പ്രൈവസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അങ്ങനെ ഇരുന്ന് ചായയൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ചായ കുടിച്ചു. ഇനി നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് തോട്ടിൽ പോകണം. ഒരു 4:45 4:30 ആവണുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ വേഗം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ അങ്ങോട്ട് തീർന്നു എന്ന് വയ്ക്കാം കേട്ടോ. പിന്നെ ബാക്കിൽ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡെയിലി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ടാർപ്പായി കിട്ടിയോണ്ട് ഒരു 1.5 അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈയോടെ അവിടെയുള്ള ചപ്പ അങ്ങോട്ട് അടിച്ച് വാരിയിടാന്ന് വിചാരിച്ചു. നല്ല വൃത്തിയാണ് കേട്ടോ. അങ്ങനെ അടിച്ച് വാരിയിട്ട് കഴിഞ്ഞിട്ട് ഈ മുളയ്ക്കണ പുല്ലോട് കൈകൊണ്ട് തന്നെ അപ്പാടെ അങ്ങോട്ട് പറിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് വൃത്തിയായി കിടന്നോളൂ. മറ്റൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, ബാക്കൊക്കെ ആകെ ആലമ്പായിരുന്നു. നമ്മൾ പിന്നെ ഒന്നും കൂടി വൃത്തിയാക്കി എടുത്തുകൊണ്ട് ആ ഭാഗമൊക്കെ വൃത്തിയായി. അത് അങ്ങനെ വൃത്തിയാക്കി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ആ വൃത്തിയായിട്ട് അങ്ങനെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയിട്ട് അപ്പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കറ്റാർവാഴയുടെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടില്ലേ, അത് നടാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ചെടികൾക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ച ചെടികളെന്ന് പറയാൻ വേണ്ടിയിട്ട് തുളസിയും പിന്നെ കഞ്ഞിക്കൂർക്കലേ ഉള്ളൂ കേട്ടോ. തുളസിക്ക് വെള്ളം നനച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോയിക്കോളൂ. എനിക്കത് കാണാം കേട്ടോ, തുളസി വീട്ടിൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടുന്നേലൊക്കെ പറിച്ച് നട്ട് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെ നട്ട് വെച്ച ചട്ടിയിലുള്ളത് അങ്ങനെയുണ്ട്, ചെടിച്ചട്ടിയിലുള്ളത്. പിന്നെ ഞാനിവിടെ പറിച്ച് നട്ടാറുന്നില്ല അന്നാൾ ദിവസം നമ്മൾ വരുന്നതിൻ്റെ മുന്നേ. അതും ഇങ്ങനെ തളുത്ത് വരുന്നുണ്ട് കേട്ടോ, ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ മാറ്റിയിട്ട് എനിക്ക് പുതിയ മണ്ണാക്കിയിട്ട് ഇതൊക്കെ ഒന്നും കൂടെ മാറ്റി നടണം കേട്ടോ. പക്ഷേ ഇപ്പം അതിനുള്ളൊരു വേദന, കൈയിൻ്റെ വേദന കൊണ്ട് ഞാൻ പിന്നെ മിണ്ടാണ്ടിരുന്നതാണ്. നമ്മുടെ കറ്റാർവാഴ ഉണ്ടല്ലോ, അത് അവിടെ എവിടെയെങ്കിലും ഒന്ന് നടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത് അങ്ങോട്ട് നാശമായി പൊക്കോളും. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാനിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ സ്കിൻ കെയർ ചോദിക്കാറില്ലേ, ഞാൻ പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഞാൻ കുറച്ച് കുഴിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ പാറയാണ് കേട്ടോ, കുഴി ആവണില്ല. അപ്പോൾ ഞാനത് അങ്ങോട്ട് തന്നെ തട്ടി മൂടിയിട്ട് ഇപ്പുറത്തൊന്ന് നോക്കി അവിടെയും പാറയാടും. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പുറത്ത് ഇങ്ങനെ ഒരു മണ്ണ് എടുത്ത ഭാഗമുണ്ട്, അവിടെ പിന്നെ ഇച്ചിരി കൂടെ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങോട്ട് നടാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ വേഗം നമുക്ക് എന്താ ചെയ്യാം, കാണാനും എളുപ്പമാണ്, വെള്ളം ഒഴിച്ചു കൊടുക്കാനും എളുപ്പമാണ്, മഴ കിട്ടുകയും ചെയ്യും. അങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ പറിച്ചിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ ഗ്രോ ബാഗ്, അതിനകത്ത് വെക്കണമെങ്കിൽ വെക്കുകയും ചെയ്യാം. തൽക്കാലം ഈ ആശാൻ ഇവിടെ ഇരിക്കട്ടെ. അതിൻ്റെ അപ്പുറത്ത് തുളസി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുഴി കുത്തിയിട്ട് അത് അങ്ങോട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഇവിടെ തോടെടുത്ത് തന്നെയാണ് കേട്ടോ, അത്രയും എടുത്തെന്ന് പറഞ്ഞാൽ അത്രയും എടുത്താണ്. അതുകൊണ്ട് നമുക്ക് തിരുമ്പാൻ കല്ലില്ല എന്ന് വെച്ചിട്ട് വലിയ പ്രയാസമില്ല. പക്ഷേ ഇങ്ങനെ ഡെയിലി പോകേണ്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേഗം പോയിട്ട് അലക്കി വരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വീട്ടിൽ നിന്നിട്ട് നമ്മൾ തിരുമണേക്കാട്ടിലും പെട്ടെന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. കുളിക്കില്ല, നമ്മളിവിടെ വന്നിട്ട് കുളിക്കുള്ളൂ. തിരുമ്പാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ അവിടുന്ന് തിരുമ്പി വന്നിട്ടാണ് എനിക്ക് നീർ കെട്ടിയത്. എന്താ വെച്ചാൽ ഈ അലക്കിയ വെള്ളമൊക്കെ നമ്മുടെ തലയിലേക്കും തെറിക്കുമല്ലോ. അപ്പം അത് കാരണം നല്ല നീർക്കെട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തോട്ടിലേക്ക് തിരുമ്പാൻ പോവാണ് കേട്ടോ. 2 ബക്കറ്റ് ഉണ്ട് തിരുമ്പാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം ഉണ്ടാവില്ല. ഇതന്ന് കൂടിയതായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് വരാം, തോട്ടിച്ച് പോയിട്ട് വരാം. വേവാ, ആ സോപ്പ് പൊടി എടുത്തല്ലേ. ഞങ്ങൾ രണ്ടാളും കൂടെ അലക്കാൻ വേണ്ടിയിട്ട് ഇതാ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അത് ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. ഒരുപാട് നടക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. 2 ബക്കറ്റ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അലക്കലും കല്ലില്ലാത്തതുകൊണ്ട്, തിരുമ്പാൻ കല്ലില്ലാത്തതുകൊണ്ട് നമ്മൾ 2 ദിവസം തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല. പൂജട്ടി എക്സാമും അല്ലേ, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മടിയായിട്ട് പിന്നെ പൂജട്ടി വരുമ്പോഴേക്കും വിളക്ക് കൊളുത്തുന്ന നേരം കഴിയും കേട്ടോ. കണക്കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനോട് നോക്കി പോയിട്ട് വായോ, ഇരുട്ടായാൽ ഞങ്ങൾ വളാഞ്ചേരി പോകും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പറഞ്ഞാച്ചിട്ട് നേരെ നമ്മളിതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അതാ കാണുന്നതാണ് തോട്. അപ്പോൾ നീർക്കെട്ട് ഇങ്ങനെ അലക്കി വന്നിട്ട് നല്ല ഉണണ്ട് എൻ്റെ കയ്യിന്. അതാണ് ആ പെയിന് മാറാത്തത് കേട്ടോ. തോട്ടിൽ പോയിട്ട് ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയതിൻ്റെ മിച്ചം എന്ന് പറയണത്. ഇവിടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അലക്കി വെളുപ്പിച്ച് പോരാട്ടോ. നല്ല കല്ലുമാണ്, കാറ്റും ഉണ്ട്, തണുപ്പും ഉണ്ട്. വൈകിട്ട് വരികയാണ് നല്ലത്. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പുറ്റായി പോകും കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്ന് വിശാലമായിട്ട് കുറേ കുട്ടികളും ഉണ്ട് കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് അപ്പുറത്ത് കലപിലാണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല രസമായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അവരൊന്നും കാണിക്കണം നല്ലതല്ലല്ലോ. പക്ഷേ കുളിക്കല്ലേ പിള്ളേർ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പുറമൊക്കെ ധാരാളം കുട്ടികളുണ്ട്. ഞങ്ങൾ ഈ അവിടെ പഴയ വീട്ടിലാവണ സമയത്ത് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടുന്ന് എല്ലാവരും ശരണിയും എടുത്തമ്മയും ശ്രുതിയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മളിവിടെ വരാറുണ്ട് കേട്ടോ. പക്ഷേ വെള്ളം ഇതിനെക്കാട്ടിലും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ. ഇപ്പോൾ വെയിലായ കാരണം കുറേയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്നിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് 2 കല്ലുണ്ട്. അന്നാൾ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നില്ലേ, അത് നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് പോയിട്ടാണ് തിരുമ്പിയിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ കുട്ടികളും അവർ അലക്കൊക്കെ ആയതുകൊണ്ട് ഇവിടെയാണ് എനിക്ക് സ്ഥലം കിട്ടിയത്. പക്ഷേ നല്ല സുഖമായിട്ട് അടിച്ച് തിരുമ്പി പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 2 ബക്കറ്റ് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ പിന്നെ നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുക്കണം, ഒന്ന് ഊരി പിഴിയാൻ വേണ്ടിയിട്ട് വേറെ, ഒലുമ്പി പിഴിയാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം എടുക്കണം. അതൊക്കെ പാടല്ലേ. ഇതാകുമ്പോൾ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ. നിന്ന് അങ്ങോട്ട് അസലായിട്ട് തിരുമ്പി കുളിച്ചിട്ടും വേണമെങ്കിൽ പോരാട്ടോ. അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല അവിടെ. ചേച്ചിമാരൊക്കെ കുളിക്കാറൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ കുളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ചാടി കുളിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അങ്ങനെ കുളിച്ച് വരാറൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിന്നേ ഉള്ളൂ. പൂജിറ്റിയുടെ കുറച്ച് പ്രഹസനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ എനിക്ക് ഊരിപ്പിടിയാൻ വേണ്ടിയിട്ട്, ഒലിമ്പി പിടിയില്ലേ, അതിന് വേണ്ടിയിട്ട് കൂടുന്നുണ്ട് കേട്ടോ. ഞാനവിടെ അലക്കി വെക്കുന്നത് അവളത് അങ്ങോട്ട് ചെയ്യണമുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം കൂടെ വാരി പെറുക്കിയിട്ട് വീട്ടിലേക്ക് പോരുകയാണ്. ഇനി നമ്മൾ വിരിച്ചിട്ടുള്ള ഇലയിൽ അങ്ങോട്ട് തുണികൾ ഓരോന്നോരോന്നായിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ സമാധാനം. എനിക്ക് ഇങ്ങനെ അലക്കാനുള്ളത് കൂടി കിടന്നു കഴിഞ്ഞാൽ വലിയ ഇടങ്ങാറാണ് കേട്ടോ. പിന്നെ ഒരു സമാധാനം കിട്ടില്ല. പൂജിറ്റിയാണെങ്കിൽ നാളെ ചെയ്യാൻ പറഞ്ഞിട്ട് അത് കൂട്ടിയിടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് അത് പാടായതുകൊണ്ടാണ് കയ്യിന് വേദനയാണെങ്കിലും അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. ഇനി നമ്മുടെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാലാണ്, സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് വീഡിയോ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നാളെ കാണാം എല്ലാവർക്കും. ടാറ്റാ ബൈ, സീ യു.